പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യങ്ങൾ വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്തുപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അതൊരു കടുകുമണിക്ക് സദൃശമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഈ വചന ഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ അധ്വാനം ഫലവത്താകണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും ആവശ്യമാണ്. കാരണം നമ്മൾ മാത്രം ശ്രമിച്ചതുകൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ അത് എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചു ലഭിക്കും. ഇവിടെ ഒരു വിത്തിൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്, അത് വളരുന്നതിനെ കുറിച്ച് പറയുന്നതുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹമില്ല എങ്കിൽ അവിടെ അതിന് പ്രയോജനമുണ്ടാകുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള തരത്തിലുള്ള ഫലമുണ്ടാകണമെങ്കിൽ, നമ്മൾക്കും മറ്റുള്ളവർക്കും പ്രയോജനമുണ്ടാകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫലവത്താകാതെ പോകും. മാത്രമല്ല, യേശു പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ഉപമകളെക്കുറിച്ച് ഒരു കടുകുമണിയോടും യേശു സ്വർഗരാജ്യത്തെ ഉപമിക്കുന്നുണ്ട്. കടുകുമണി വളർന്ന് വലിയ വൃക്ഷമാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരുന്നത് പോലെ നമ്മുടെ ചെറിയ ജീവിതം കൊണ്ടും മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന തരത്തിൽ നമ്മൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിനും കൂടെയുള്ളവർക്കും സമൂഹത്തിനും വേണ്ടി നമ്മൾക്ക് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.